അജപാലന ദൗത്യത്തിനൊപ്പം ഗ്രാമസ്വരാജ് സാക്ഷാത്കരണത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച ഫാദർ പോൾ പഴയംപിള്ളി ഗാന്ധി ജയന്തി ദിനത്തിൽ ഓർമ്മകളിൽ സജീവമാകുന്നു. 1997 ഗാന്ധി ജയന്തി ദിനത്തിലാണ് കുറവലങ്ങാടിനടക്കമുള്ള ഒട്ടേറെ വികസന സാധ്യതകളും വികസന പ്രവർത്തനങ്ങളും സമ്മാനിച്ച ഫാദർ പോൾ പഴയംപിള്ളിയെ നാട് ഒന്നാകെ ചേർന്ന് അന്ത്യയാത്ര ഒരുക്കിയത്. 1997 സെപ്റ്റംബർ 30 കുറവലങ്ങാട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒട്ടേറെ കുടുംബങ്ങൾക്ക് ജീവിത അത്താണി സമ്മാനിക്കുകയും ചെയ്ത ഫാദർ പോൾ പഴയംപിള്ളി കാലയവനികയിൽ മറഞ്ഞത്. ഗാന്ധി സ്മൃതിയിൽ യാത്രയായ ഫാദർ പോൾ പഴയംപിള്ളിയെ നാടും ബന്ധപ്പെട്ടവരും അധികമാരും അനുസ്മരിക്കുന്നില്ല എന്നുള്ളത് മാത്രം ഒരു ബാക്കി പത്രമാണ്. ചരിത്രത്തിലെ ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഫാദർ പോൾ പഴയംപിള്ളി. 1934 ജൂൺ 9 ഇപ്പോഴത്തെ ശാന്തിപുരം പഴയമ്പിളിൽ പോത്തൻ പീലിപ്പോസ് അന്നമ്മ ദമ്പതികളുടെ ദ്വിതീയ പുത്രനായിരുന്നു ജനനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പാലാ ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് മംഗലപ്പുഴ സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി 1960 മാർച്ച് 10 മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനിയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. പൂവരണി മുട്ടുചിറ പള്ളികളിൽ സഹവികാരിയായും ചേറ്റുതോട് വെള്ളികുളം തുരുത്തിപ്പള്ളി മണക്കനാട് കൊണ്ടാട് കളത്തൂർ പള്ളികളിൽ വികാരിയായും അജപാലന ധർമ്മം നിർവഹിച്ചു. കളത്തൂർ പള്ളിയിൽ വികാരിയായിരിക്കെയാണ് കുറവലങ്ങാട്ട് ഗൈക്കോ GRL പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരനായി മാറുന്നത്. പുരോഹിതന്റെ വിളിയും ദൗത്യവും എന്തെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം താൻ പ്രവർത്തിച്ച എല്ലാ ഇടവകളിലും ദൈവജനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടികൾക്ക് രൂപം കൊടുത്തിരുന്നു. ചേറ്റുതോട് സെന്റ് ജോസഫ് എപി സ്കൂൾ, വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ, വെള്ളികുളം കൊണ്ടാട് ജലവിതരണ പദ്ധതികൾ, തുരുത്തിപ്പള്ളി മിൽക്ക് സൊസൈറ്റി, തുരുത്തിപ്പള്ളി ലൈബ്രറി, ഗാന്ധിഗ്രാം സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്നിവ അദ്ദേഹത്തിന്റെ കരവിരുതിലും ആശയ സമ്പന്നതയിലും മുളച്ചുപൊന്തിയ പ്രസ്ഥാനങ്ങളാണ്. ഒരു നേരം ആഹാരം നൽകിയതുകൊണ്ടോ ഭവന വായ്പ നൽകിയാലോ തീരുന്നതല്ല വയറിന്റെ പ്രശ്നമെന്ന തത്വശാസ്ത്രമായിരുന്നു ഫാദർ പോൾ പഴയംപിള്ളി മുന്നോട്ട് വെച്ചിരുന്നത്. തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ആ വന്ധ്യവയോധികൻ നാടിനായി നടത്തിയത്. തൊഴിലില്ലാതെ മനുഷ്യന് ജീവിക്കാനാവില്ലെന്ന സുവിശേഷത്തിന്റെ പ്രചാരകനായിരുന്നു അദ്ദേഹം. പലയിനം അച്ചാറുകളും സ്ക്വാഷുകളും കറി പൗഡറുകളും ബേക്കറി സാധനങ്ങളും സ്റ്റീൽ ഫർണിച്ചറുകളും നിർമ്മിക്കുന്ന വിവിധ വ്യവസായ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന തുരുത്തിപ്പള്ളിയിലെ ടിക്കോസിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. കൊക്കോ സംസ്കരണത്തിനായി മരങ്ങോലിയിൽ നിക്കോസ്, അലുമിനിയം പാത്ര നിർമ്മാണത്തിനായി അറുന്നൂറ്റുമംഗലത്ത് അലിക്സ്, റബ്ബർ പാൽ സംസ്കരിക്കുന്നതിനായി കുറവലങ്ങാട്ട് ഗൈക്കോ ലിമിറ്റഡ്, റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനായി കുറവലങ്ങാട്ട് ഗാന്ധിഗ്രാം റബ്ബേഴ്സ് ലിമിറ്റഡ് എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവ കാർഷിക മേഖലയുടെ ഉയർച്ചയും ഗ്രാമതലത്തിലെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രൂപീകരിച്ചവയാണ്. ഇവയിൽ ഇനി ബാക്കി നിൽക്കുന്നത് GRLും ഗൈക്കോയും മാത്രമാണ്. ഗ്രാമീണ തലത്തിൽ ചെറുകിട റബ്ബർ കർഷകരെ റബ്ബർ ഉൽപാദക സംഘങ്ങളിൽ കീഴിൽ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഏറെ വലുതായിരുന്നു. 50-ലേറെ ഗാന്ധിഗ്രാം റബ്ബർ ഉൽപാദക സംഘങ്ങൾ ഗൈക്കോ എന്ന വലിയ പ്രസ്ഥാനത്തിന് കീഴിൽ രൂപീകരിച്ച് അദ്ദേഹം കൊണ്ടുവന്നത് സംഘടിത ശക്തിയാക്കി കർഷകരെ മാറ്റുവാനുള്ള വലിയ ശ്രമങ്ങളുടെ ചെറിയ ഭാഗങ്ങളായിരുന്നു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഫാദർ പോൾ ഗ്രാമസ്വരാജ് എന്ന ആശയം മുൻനിർത്തി നിരവധി വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി വികസനത്തെ മുൻനിർത്തി ചെറുകിട കർഷകരെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. 1996-97 വർഷത്തിൽ റബ്ബർ മേഖല നേരിട്ട ഗുരുതരമായ പ്രതിസന്ധിക്കെതിരെ സഹകരണ സ്ഥാപനങ്ങളുടെയും റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ റബ്ബർ കർഷകരെ അണിനിരത്തി 1997 ജൂലൈ 30 കോട്ടയത്ത് വമ്പിച്ച കർഷക മാർച്ചിന് നേതൃത്വം നൽകിയ പഴയംപിള്ളിലച്ചൻ ഇന്നും സാധാരണ കർഷകരുടെ സ്മൃതിപഥങ്ങളിൽ സജീവമാണ്. അടിയുറച്ച ഗാന്ധിയനും മികച്ച സംഘാടകനുമായിരുന്ന അദ്ദേഹം കത്തിക്കാത്ത 1000 തിരികളുണ്ടെങ്കിലും നമുക്ക് വെളിച്ചം ലഭിക്കുകയില്ല, എന്നാൽ കത്തിച്ച ഒരു തിരിയെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് 1000 തിരിയും കത്തിക്കാം എന്ന കാഴ്ചപ്പാടുകാരനായിരുന്നു. വീണ്ടും ഒരു സ്മരണദിനം കൂടി എത്തുമ്പോഴും കാര്യമായ സ്മരണകളില്ലാതെ അദ്ദേഹം സാധാരണ കർഷകരുടെ ഹൃദയങ്ങളിൽ മാത്രം ജീവിക്കുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം അവാർഡുകൾ പ്രഖ്യാപിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ആരംഭ ശൂരത്വത്തിന്റെ ബാക്കിപത്രം എന്നോണം അവയെന്നും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്നാൽ സാധാരണ കർഷകരെല്ലാം ഇന്നും തന്റെ സഹോദരനെ കർഷകരിൽ അന്വേഷിച്ച പഴയംപിള്ളി അച്ഛനെ ഓർമ്മിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിനുള്ള വലിയ അംഗീകാരമായി കാണേണ്ടിയിരിക്കുന്നു. ഒട്ടേറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടതായി വന്നു എങ്കിലും മനസ്സിന് നല്ല സംതൃപ്തി. ഏതാനും കുടുംബങ്ങളിലെങ്കിലും തൊഴിലില്ലായ്മയും പട്ടിണിയും മാറ്റാനായെന്നതാണ് എന്റെ നേട്ടം എന്ന് പറഞ്ഞ അദ്ദേഹം തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിൽ സംരംഭകരും തൊഴിലുടമകളുമായി മാറിയവർ അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാലം വിളിച്ചു പറയുന്നുണ്ട്.